ഈ പ്രശ്നം ആദ്യം ഉയർന്നു വന്നത് 2020 ജൂൺ 5-നാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നം വന്നത്. അന്ന് ആ പ്രശ്നം ഉയർന്ന സന്ദർഭത്തിൽ ശരിയായ നിലയിൽ അന്വേഷണം നടത്തണം, ഏത് കേന്ദ്ര ഏജൻസി വേണമെന്ന് കേന്ദ്രം തീരുമാനിക്കണം എന്ന് കേന്ദ്രത്തിന് കത്തയക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. സ്വാഭാവികമായും അന്ന് സ്വർണം അയച്ചതാര്? ഡിപ്ലോമാറ്റ് പാർസൽ വഴി വന്ന സ്വർണമായതുകൊണ്ട് അതാരാണ് ഇങ്ങോട്ടേക്ക് അയച്ചത്, ഇവിടെ ആരാണത് കൈപ്പറ്റിയത്, ഇത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്നതായിരുന്നു മുഖ്യമായിട്ട് അന്ന് ഉയർന്നു വന്ന പ്രശ്നം. ഇന്ന് ഇത്രയും കാലമായി ഈ രണ്ട് കാര്യവും കണ്ടെത്താൻ ഒരന്വേഷണ ഏജൻസിക്കും സാധിച്ചിട്ടില്ല. ഇപ്പോൾ സ്വർണം അയച്ചു എന്ന് പറയുന്ന വ്യക്തി ഈ കേസിൽ പ്രതിയാണോ? സ്വർണമെന്ന് സ്വീകരിച്ചു എന്ന് പറയുന്ന വ്യക്തി ഇതിൽ പ്രതിയാണോ? ഈ കേസിൽ അന്ന് വിദേശകാര്യ വകുപ്പ് സ്വീകരിച്ച നിലപാട് ഡിപ്ലോമാറ്റിക് പാർസലിലല്ല ഈ സ്വർണം വന്നത് എന്നാണ്. അതോടുകൂടിയാണ് കേസിൽ വഴിത്തിരിവുണ്ടാകുന്നത്. ശരിയായ അന്വേഷണം നടത്തുന്നതിന് സഹായകമല്ലാത്തൊരു നിലപാട് ആ ഘട്ടത്തിൽ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് തന്നെ സ്വീകരിച്ചു. പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ അന്വേഷണം ഏജൻസി തന്നെ BJPയുമായി കേന്ദ്ര ഭരണകക്ഷിയുമായി ബന്ധമുള്ളവരിലേക്ക് അന്വേഷണം എത്തും എന്ന് നില വന്നു. അതോടുകൂടി അന്വേഷണത്തിൻ്റെ ഗതി മാറി. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ തന്നെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒട്ടേറെ വിവാദങ്ങൾ ഉയർന്നു വരികയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധപ്പെടുത്താനുള്ള ശ്രമം ആ ഘട്ടത്തിൽ തന്നെ ശക്തമായിട്ട് ഉയർന്നു വന്നിരുന്നു. അതെല്ലാം തന്നെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുകയും ചെയ്തതാണ്. 1.5 വർഷം ഇത് സംബന്ധിച്ച അന്വേഷണം നടന്നതാണ്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ കേരളത്തിൽ മുഖ്യമായി ചർച്ചാ വിഷയമാക്കിയൊരു പ്രശ്നമായിരുന്നു UDFും BJP ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഉയർത്തിയിരുന്നു. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെയായിരുന്നു മുഖ്യമായ ഒരു വിഷയമായി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് UDFും BJPയും. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വലിയ ഭൂരിപക്ഷം കിട്ടി. LDFിൻ്റെ സീറ്റ് വർദ്ധിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും LDFന് വൻ ഭൂരിപക്ഷം ലഭിച്ചു. LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നീട് ഈ പ്രചരണം അങ്ങനെ കേൾക്കുന്ന സ്ഥിതി ഉണ്ടായില്ല. എന്നാൽ LDF ഗവൺമെൻറ് അധികാരത്തിൽ വരും എന്ന് പലരും കണക്കുകൂട്ടിയിരുന്നില്ല. സർവേ റിപ്പോർട്ടുകളൊക്കെ UDF വരുമെന്നായിരുന്നു പ്രചരിപ്പിച്ചിരുന്നത്.
BJPക്കാണെങ്കിൽ ഈ പ്രചാരവേലയൊക്കെ ചെയ്തുകൊണ്ട് കുറേ സീറ്റ് കിട്ടും എന്നും പ്രചരിപ്പിച്ചിരുന്നു. പക്ഷെ BJPക്ക് നിയമസഭയിൽ ഉണ്ടായിരുന്നൊരു സീറ്റും നഷ്ടപ്പെടുകയാണ് ചെയ്തത്. BJPയുടെ വോട്ടിംഗ് ശതമാനവും കുറഞ്ഞു. അപ്പോൾ അവർക്കിത് സംബന്ധിച്ച് പ്രചാരവേല ഏറ്റെടുത്തപ്പോൾ അന്നൊരു ഗുണവും ലഭിച്ചില്ല എന്നതാണ് BJPക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം. ഇത്തരം പ്രചാരവേല ചെയ്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല എന്നതിൻ്റെ തിരിച്ചടിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനും ഉണ്ടായത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നം വീണ്ടും കുത്തിപ്പൊക്കുന്നതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായ ഉദ്ദേശമാണുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം കാണാതെ പോയ കാര്യം ഇനി നടപ്പാക്കണമെങ്കിൽ ഈ ഗവൺമെൻറ്റിനെ ഭരിക്കാൻ സമ്മതിക്കരുത്. ഒരു രാഷ്ട്രീയ അസ്ഥിരതയുണ്ടാക്കണം. കേരളത്തിൽ എപ്പോഴും സംഘർഷങ്ങളും കലാപങ്ങളും നടക്കുന്ന സ്ഥിതിയായിരിക്കണം. അതിന് പറ്റാവുന്ന ഓരോ പ്രശ്നങ്ങൾ കേരളത്തിൽ കുത്തിപ്പൊക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം വീണ്ടും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ആ കേസിലെ ഒരു പ്രതി ചില വിവരങ്ങൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്, 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 164 സ്റ്റേറ്റ്മെൻറ്റ് വിവരങ്ങൾ കൊടുത്ത ആൾ തന്നെ വെളിപ്പെടുത്തുകയാണ്. സാധാരണഗതിയിൽ 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ അത് കോടതിയുടെ രഹസ്യരേഖയാണ്. ആ രേഖ അന്വേഷണ ഏജൻസി പരിശോധിച്ച് നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. ഇവിടെ പക്ഷേ ഉദ്ദേശിക്കുന്നതല്ല, പ്രചരണമാണ് ഉദ്ദേശിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ പ്രചരിപ്പിക്കണം, മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെ പ്രചരിപ്പിക്കണം, ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കെതിരായിട്ട് പ്രചരിപ്പിക്കണം. ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ 164 സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു എന്ന് പറയുന്ന ഭാഗം. എന്താണ് കൊടുത്തതെന്നുള്ളത് നമുക്കറിയില്ല. അവർ വെളിപ്പെടുത്തിയപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന മൊഴി നോക്കുമ്പോൾ നിറയെ വൈരുദ്ധ്യങ്ങളാണ്. നേരത്തെ നൽകിയ മൊഴികളിൽ നിന്ന് വ്യത്യാസപ്പെട്ടതാണ്. നേരത്തെ ഇവരും 164 സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെയും കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റുകളും ഇപ്പോൾ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റും ഇതെല്ലാം കൂടി പുറത്തു വരുമ്പോഴാണ് ആദ്യം പറഞ്ഞത് എന്തായിരുന്നു, ഇപ്പോൾ കൊടുത്തത് എന്തായിരുന്നു, അതിൻ്റെ വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദ്യം അവർ തന്നെയാണ് പറഞ്ഞത് ശിവശങ്കരന് സ്വർണ്ണക്കടത്തുമായി യാതൊരു ബന്ധവുമില്ല എന്നാദ്യം ഇവർ തന്നെയാണ് പറഞ്ഞത്. അത് പിന്നീട് മാറ്റി. മുഖ്യമന്ത്രിക്ക് ബന്ധമില്ല എന്നായിരുന്നു 1.5 വർഷം മുമ്പ് നൽകിയ മൊഴി. മുഖ്യമന്ത്രിക്കെതിരായി മൊഴി കൊടുക്കാൻ എന്നെ നിർബന്ധിക്കുന്നു എന്ന പ്രസ്താവനയും കൊടുത്തത് ഇവർ തന്നെയാണ് കൊടുത്തത്. മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി വ്യക്തിപരമായ അടുപ്പമില്ല എന്നായിരുന്നു അവരാദ്യം കൊടുത്ത മൊഴി. ഇപ്പം അതിന് വ്യത്യസ്തമായിട്ടാണ് പറയുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തന്നെ ആദ്യഘട്ടത്തിൽ ഇങ്ങനെ മൊഴിമാറ്റുന്നത് സംബന്ധിച്ചുള്ള സംശയം പ്രകടിപ്പിച്ച കാര്യം ആ ഘട്ടത്തിൽ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്.
8 തവണ നൽകിയ മൊഴിയിൽ ശിവശങ്കരന് സ്വർണ്ണക്കടത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ ആൾ 2020 നവംബർ 10-നാണ് ഇഡിക്ക് നൽകിയ മൊഴിയിൽ ശിവശങ്കരന് ബന്ധമുണ്ട് എന്നൊരു പ്രസ്താവന ചെയ്തതായിട്ട് കാണുന്നത്. മുഖ്യമന്ത്രിക്ക് സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് അവരന്ന് കൊടുത്തത്, അന്വേഷണ ഏജൻസി കൊടുത്ത ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഓരോ തരത്തിൽ മൊഴി കൊടുത്തിരിക്കുന്ന ഒരാൾ, അവരുടെ ഒരു മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മൊഴി. ഇത് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് ബന്ധപ്പെട്ട കോടതിയാണ് പരിശോധിക്കേണ്ടത്. ഇത് ഇപ്പോൾ അന്ന് പറഞ്ഞതിൽ കൂടാതെ പറഞ്ഞൊരു കാര്യം മാത്രമേ കാണുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമേ ഇപ്പോൾ കാണുന്നത് ഒരു ബിരിയാണി വന്നു എന്നുള്ളത് മാത്രമാണ്. ബിരിയാണിയാണെങ്കിൽ വലിയ ചെമ്പിലാണ് വന്നതെന്നും പറയുന്നുണ്ട്. ബിരിയാണിയും ചെമ്പുമാണ് ഇപ്പോൾ പുതുതായിട്ട് വന്ന വിഷയം. ബിരിയാണി ചെമ്പിൽ കൂടി ലോഹം കടത്തി എന്താണിപ്പോൾ? നേരത്തെ ഈത്തപ്പഴത്തിൽ സ്വർണം കടത്തിയതായിരുന്നു, പിന്നെ ഖുറാനിൽ സ്വർണം കടത്തിയെന്നായിരുന്നു. ഈത്തപ്പഴത്തിൽ എത്ര സ്വർണ്ണമാണ് കടത്താൻ പറ്റുക? ഈ ഖുറാനിൽ എങ്ങനെ സ്വർണം കടത്തും എന്നൊക്കെ അന്ന് ചോദ്യം വന്നപ്പോൾ ഇപ്പം അത് മാറി, വലിയ ബിരിയാണി ചെമ്പിൽ ലോഹം കടത്തി എന്നാക്കി മാറ്റി. ഈ ഒരു വ്യത്യാസം മാത്രമേ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അകത്ത് വന്നതായിട്ട് കാണുന്നുള്ളൂ. ഇത് മുഖ്യമന്ത്രിയെയും കുടുംബാംഗങ്ങളെയും ലക്ഷ്യമിട്ട് നടത്തുന്ന ഒരു സംഘടിതമായ ആക്രമണമാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ മാധ്യമങ്ങൾ, ഒട്ടുമിക്ക മാധ്യമങ്ങൾ ഇത് ഏറ്റുപിടിച്ചിരിക്കുകയാണ്. ആ നിലപാട് തന്നെ വ്യക്തമാക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ഉദ്ദേശമുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഗൂഢാചരണം ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനൊരു ഇത് വരേണ്ട ഒരു കാര്യവും കാണുന്നില്ല. ആ ഗൂഢാലോചന എന്താണ് നടന്നത്, ആരൊക്കെയാണ് നടത്തിയത് എന്ന് സർക്കാർ കണ്ടെത്തണം. അതിന് ഫലപ്രദമായ ഒരു അന്വേഷണ സംവിധാനം സർക്കാർ ഉണ്ടാക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നോക്കി നിൽക്കുന്ന അവസ്ഥ ഗവൺമെൻറ് ഭാഗത്തുണ്ടാകാൻ പാടില്ല. ശരിയായ കാര്യങ്ങളും ആരോപണങ്ങളും ആർക്കും ഉന്നയിക്കാം. പക്ഷേ ഈ ഒരു ആരോപണം ഉന്നയിക്കുക, പിറ്റേ ദിവസം തന്നെ കേരളത്തിൽ കലാപം ആരംഭിക്കുക, അതാണ് ഇതിൻ്റെ പിന്നിൽ നടന്ന ഗൂഢാലോചന. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരിക, അന്ന് വൈകുന്നേരം തന്നെ സംസ്ഥാനത്തുടനീളം മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള കോലം കത്തിക്കുക, പ്രകടനം നടത്തുക, ഇത് ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു ഗൂഢപദ്ധതിയുടെ ഭാഗമാണ് ഉന്നയിച്ച ആരോപണങ്ങൾ എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്.